നമസ്കാരം. ലൈംഗികാരോപണ വിവാദത്തിലകപ്പെട്ട രാഹുൽ മാങ്കുട്ടൽ MLA കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതോടെ ഒരു യുവനേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീണു. 2 യുവതികൾ ലൈംഗിക പീഡന പരാതികളുമായി രംഗത്തെത്തിയതോടെയാണ് രാഹുലിന്റെ പതനം പൂർണ്ണമായത്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വളർന്നുവന്ന യുവനേതാക്കളിൽ ഏറെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കുട്ടൽ. രാഷ്ട്രീയത്തിൽ പാരമ്പര്യമോ കുടുംബപരമായി രാഷ്ട്രീയ ഗുരുക്കന്മാരോ ഒന്നുമില്ലാതിരുന്നു രാഹുലിന്. അച്ഛൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്നു. S. രാജേന്ദ്രക്കുറുപ്പിന്റെയും ബീനയുടെയും ഇളയ മകൻ. പഠനത്തിൽ മിടുക്കനായിരുന്നു രാഹുൽ. സ്കൂൾ പഠനകാലത്ത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും വശമില്ലാതിരുന്ന രാഷ്ട്രീയ ബന്ധം തീരെയില്ലാത്തൊരു കുടുംബം. എടുത്തു പറയാൻ ഒരു ഗോഡ് ഫാദർ ഇല്ലാതിരുന്നിട്ട് പോലും രാഹുൽ കോൺഗ്രസിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് പ്രതീക്ഷയുള്ള നേതാവായി. കേരളത്തിലെ ഒരു യുവനേതാവിന് ലഭിക്കാത്ത പരിഗണന രാഹുലിന് ലഭിച്ചു. അടൂർ തപോവൻ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പന്തളം സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിലെ പഠനകാലത്ത് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വിദ്യാർത്ഥി. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ 2006 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ KSUവിൽ അംഗമായതോടെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. KSU അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയതോടെയാണ് രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നത്. പിന്നീട് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, 2016 NSU ദേശീയ സെക്രട്ടറി എന്നീ നിലകളിലേക്ക് വളർന്നു. 2007 പെരിങ്ങനാട് മണ്ഡലം പ്രസിഡന്റായും രാഹുൽ പ്രവർത്തിച്ചു. 10 വർഷത്തിനിടയിൽ രാഹുൽ രാഷ്ട്രീയ രംഗത്ത് നേടിയത് വലിയൊരു വളർച്ചയായിരുന്നു. ആരെയും ആകർഷിക്കുന്ന പ്രസംഗമായിരുന്നു രാഹുലിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. 2020 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയരുവാൻ രാഹുലിന് ഏറെയൊന്നും പരിശ്രമിക്കേണ്ടി വന്നില്ല. ഇതേ വർഷം തന്നെ KPCC അംഗമായും രാഹുൽ കോൺഗ്രസിൽ സ്ഥാനമുറപ്പിച്ചു. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ച് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രധാന വക്താവായി ഉയർന്ന രാഹുൽ 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കിയാണ് സംസ്ഥാന അധ്യക്ഷനായതെന്ന പരാതി ഉയർന്നെങ്കിലും രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നു. ടെലിവിഷൻ സംവാദങ്ങളിലൂടെയാണ് രാഷ്ട്രീയ കേരളം രാഹുൽ മാങ്കുട്ടൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെ തിരിച്ചറിയുന്നത്. ഏത് ചർച്ചയിലും ആധിപത്യം സ്ഥാപിക്കുവാനുള്ള രാഹുലിന്റെ മിടുക്ക് വളർച്ചയുടെ പടവുകളായി മാറി. സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന നിരവധി സമരങ്ങൾക്ക് രാഹുൽ നേതൃത്വം നൽകി. സമരങ്ങളിൽ രജിസ്റ്റർ ചെയ്ത പോലീസ് കേസുകളിൽ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിൽ അടക്കപ്പെട്ട രാഹുൽ കോൺഗ്രസിൽ ഹീറോയായി. വിരുദ്ധ ഗ്രൂപ്പ് നേതാക്കൾക്ക് പോലും രാഹുലിനെ അംഗീകരിക്കേണ്ടി വന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്ന് നിയമസഭാംഗത്വം രാജിവെച്ചപ്പോൾ 2024 നവംബർ 20 നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത് രാഹുലിന്റെ കരിയറിൽ വലിയ നേട്ടമായി. ഷാഫിയുടെ അനുഗ്രഹാശംസകളോടെ പാലക്കാട് പറന്നിറങ്ങിയ രാഹുലിന്റെ വിജയം ഓരോ കോൺഗ്രസുകാരനും അസൂയയോടെയാണ് കണ്ടത്. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചപ്പോൾ കടുത്ത എതിർപ്പുകളായിരുന്നു കോൺഗ്രസിൽ രൂപം കൊണ്ടത്. പാലക്കാട് UDF സ്ഥാനാർത്ഥിയാവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവായ K. മുരളീധരൻ മുതൽ അന്നത്തെ KPCC ഡിജിറ്റൽ മീഡിയ കൺവീനർ ആയിരുന്ന ഡോക്ടർ സരിൻ വരെ ആഗ്രഹിച്ചെങ്കിലും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചത് രാഹുൽ മാങ്കുട്ടത്തിനെയാണ്. ഷാഫി പറമ്പിൽ തന്റെ പിൻഗാമിയായപ്പോൾ പ്രതിപക്ഷ നേതാവ് BD സതീശൻ രാഹുലിന് പിന്തുണയുമായി എത്തി. രാഹുലിനെ പരാജയപ്പെടുത്തുവാൻ CPIM നടത്തിയ എല്ലാ ശ്രമങ്ങളും തകർന്നടിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാഹുലിനെ പരാജയപ്പെടുത്തുവാനായി CPIM ക്യാമ്പിലെത്തി സ്ഥാനാർത്ഥിയായ ഡോക്ടർ സരിൻ തകർന്നടിഞ്ഞു. ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് CPIM കിണഞ്ഞു ശ്രമിച്ചിട്ടും രാഹുലിനെ തകർക്കുവാൻ കഴിഞ്ഞില്ല. അത്രയേറെ ജനപിന്തുണയായിരുന്നു രാഹുലിന് ലഭിച്ചത്. ഷാഫി നേടിയതിലും മിന്നുന്ന വിജയമാണ് പാലക്കാട്ടെ വോട്ടർമാർ രാഹുലിന് നൽകിയത്. ഭാവിയിൽ ഉന്നത പദവികൾ നേടിയെടുക്കുവാനുള്ള മിടുക്കും പ്രവർത്തകരെ ഒപ്പം നിർത്തുവാനുള്ള കഴിവും ഉണ്ടായിരുന്നു രാഹുലിന്. റീൽ ചിത്രീകരിക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ചില മുതിർന്ന നേതാക്കളുടെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ഷാഫി പറമ്പിൽ MP-യും രാഹുൽ മാങ്കുട്ടൽ എന്ന MLA വൻ പ്രതീക്ഷകളാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകിയത്. എന്നാൽ 2025 ഓഗസ്റ്റ് 21 രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പതനത്തിന്റെ ആദ്യ സൈറൺ മുഴങ്ങിയ ദിനമാണ്. മലയാള നടി റിനി ആൻഡ് ജോർജ് ഒരു യുവ രാഷ്ട്രീയക്കാരൻ തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ച് ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്ന് ആരോപിച്ചതിനെ തുടർന്ന് രാഹുൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അവർ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും വാർത്താ കവറേജിൽ മാധ്യമങ്ങൾ ഈ ആരോപണത്തെ രാഹുലുമായി ബന്ധപ്പെടുത്തി. ഈ ആരോപണം നിഷേധിച്ച രാഹുൽ MLA സ്ഥാനം രാജിവെക്കില്ലെന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണം രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഫലമാണെന്നും ന്യായീകരിച്ചു. തുടർന്നുള്ള വെളിപ്പെടുത്തലുകളിൽ രാഹുൽ തന്നോട് ബലാത്സംഗ ഫാന്റസികൾ പങ്കുവച്ചതായും തന്നെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതായും ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആരോപിച്ചു.
ഒരു യുവതി രാഹുലിൽ നിന്ന് ഗർഭിണിയായെന്നും ഗർഭം ഇല്ലാതാക്കാൻ രാഹുൽ പ്രേരിപ്പിച്ചതായും നിർബന്ധിച്ച് ഗർഭം അലസിപ്പിച്ചതായും ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ രാഹുലും കോൺഗ്രസും പ്രതിരോധത്തിലായി. രാഹുലിനെ തളയ്ക്കുവാൻ തക്കം പാർത്തിരുന്നവരോട് അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തു. കൂടാതെ ഓഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ പരാതിയിൽ നിയമോപദേശം തേടുകയാണെന്ന് കൊച്ചി പോലീസ് പറഞ്ഞു. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. രാഹുലിനെ പുറത്താക്കണമെന്ന എതിരാളികളിൽ നിന്നുള്ള വ്യാപകമായ ആഹ്വാനങ്ങളും ഉണ്ടായി. പക്ഷേ രാഹുലിന്റെ നിയമസഭാ സ്ഥാനം ഒഴിവാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ല. രാഹുലിനെതിരെ ഉയർന്ന ഗർഭഛിദ്ര ആരോപണം കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു വിശദീകരണം. തനിക്കെതിരെ ആരും പരാതിയുമായി വന്നിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നുമായിരുന്നു രാഹുൽ നേതാക്കളെ ബോധ്യപ്പെടുത്തിയിരുന്നത്. കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പൊതുജനവുമായി ബന്ധമില്ലാതെ ദിവസങ്ങളോളം വീട്ടിൽ തനിച്ചു കഴിയേണ്ടി വന്നു. പരാതിയുമായി യുവതി പോലീസിന് മുന്നിൽ എത്തിയില്ലെന്ന് ഉറപ്പിച്ചാണ് രാഹുൽ വീണ്ടും മണ്ഡലത്തിൽ സജീവമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം വിലക്കിയിരുന്നു. എന്നാൽ പാർട്ടി വേദികളിലല്ല താൻ സജീവമായതെന്നും തന്നെ വിജയിപ്പിക്കാൻ അഹോരാത്രം പ്രവർത്തിച്ചവരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും അതിനാൽ താൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ നേതൃത്വത്തെ തള്ളി. രാഹുൽ യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതും വിവാഹ വാഗ്ദാനം നടത്തുന്നതുമായ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെ വീണ്ടും പ്രതിരോധത്തിലായി. അപ്പോഴും ആരും പരാതിയുമായി വരില്ലെന്ന ന്യായവാദമായിരുന്നു രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ 7 ദിവസം മുൻപ് എല്ലാം തകിടം മറിഞ്ഞു. മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് രംഗത്തെത്തി. അന്ന് ഉച്ചയോടെ രാഹുലിനെതിരെ പീഡന പരാതിയുമായി യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമെത്തി. ഇതോടെ എല്ലാം മാറി മറിഞ്ഞു. സ്ത്രീ പീഡന കേസിൽ അകപ്പെട്ടതോടെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുവാനായി രാഹുൽ സംസ്ഥാനം വിട്ടു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് വെള്ളിടി പോലെ രണ്ടാമത്തെ യുവതിയും രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയത്. KPCCക്കും AICC ഭാരവാഹികൾക്ക് ലഭിച്ച പരാതി കുറച്ചുകൂടി ഗൗരവതരമായിരുന്നു. കോൺഗ്രസ് നേതൃത്വം പരാതി പോലീസ് മേധാവിക്ക് അയച്ചുകൊടുത്തു. പീഡന പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമത്തെ പീഡന പരാതിയിലും അന്വേഷണം ആരംഭിക്കുകയാണ്. ഇതോടെ കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുലിനെ കൈയൊഴിഞ്ഞു. രാഹുലിന്റെ താരോദയവും അസ്തമയവും ഒരുപോലെ തന്നെ കാണേണ്ടി വന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മറുപടി പറയുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു പൊതുപ്രവർത്തകന് എങ്ങനെ ആകരുത് എന്നതിന്റെ ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം പുറത്തുവന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിക്കുകയായിരുന്നു. കോൺഗ്രസ് പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് ഇത് വ്യക്തമാക്കിയത്. രാഹുലിനെ ലൈംഗിക പീഡന പരാതിയിൽ പാർട്ടി പുറത്താക്കുമ്പോൾ അത് അദ്ദേഹം MLA സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസത്തിൽ തന്നെയാണ് എന്നതും ശ്രദ്ധേയമാണ്. കേസുവിന്റെ കൊടിപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച രാഹുൽ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് 58,000-ത്തിലധികം വോട്ട് നേടിയാണ് വിജയം സ്വന്തമാക്കിയത്. ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന പാലക്കാട് കോൺഗ്രസിനെ അഭിമാനത്തിലേറ്റിയ നിമിഷമായിരുന്നു രാഹുലിന്റെ വിജയം. എന്നാൽ ആ അഭിമാനം സമ്മാനിച്ച രാഹുൽ തന്നെ തന്റെ വ്യക്തി ജീവിതത്തിലെ പാളിച്ചകളിലൂടെ ഒടുവിൽ പാർട്ടിയെ കളങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തി.